ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് നമ്മൾ ഈ ഒരു മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് സേഫ്റ്റി, ബാറ്ററി, സോളാർ സെൽസ് തുടങ്ങിയിട്ടുള്ള ആ ഒരു മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി അതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനകത്ത് എടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സോളാർ സെല്ലാണ് അല്ലെ. അപ്പൊ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് സോളാർ സെല്ലിന് വളരെ വളരെ ബേസിക് ടോപ്പിക് ആണ്. നമുക്ക് മേ ബി ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം, ചോദിക്കില്ല എന്ന് വരാം കേട്ടോ. അങ്ങനെ ഒരു ടോപ്പിക്കാണ്. കാരണം അതിനകത്ത് നമുക്ക് മേജറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചില നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് പേപ്പറിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിച്ച് കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോ എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഭാഗങ്ങൾ, അതായത് നമ്മൾ ITI ലെവൽ എക്സാംസിന്, ഇലക്ട്രിക്കൽ എക്സാംസിന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള ഒരു സാധനമാണ് സോളാർ സെൽസ് എന്ന് പറയുന്നത്. പക്ഷെ അതായത് ബേസിക്സ് ആയിട്ടുള്ള നമുക്ക് അറിയേണ്ട കുറെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ബേസിക്സ് ആയിട്ട് അതിന്റെ ഒരു എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിന്റെ ക്ലാസ് പോകുന്നത്. ഒരു ഫണ്ടമെന്റൽസ് എന്നുള്ള രീതിയിൽ മാത്രമേ ക്ലാസ് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോ സോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലെ. എന്താണ് നമ്മുടെ സൺലൈറ്റ്, അതായത് ഫോട്ടോ വോൾട്ടായിക് എനർജി എന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയാണ് ഉണ്ടാവുക. സൺലൈറ്റിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് കേട്ടോ. ഈ സൺലൈറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്ന പേര്, അതായത് ഡയറക്ട്ലി എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന കാരണം എന്ന് പറയുന്നത് മറ്റു പല രീതിയിലും ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസ് ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഈ സോളാർ സെൽസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഡയറക്ട്ലി എന്ന് പറയുന്നത്. സൺലൈറ്റ് അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടായിക് എനർജി ഡയറക്ട്ലി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോളാർ സെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എഫക്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൈറ്റ് എനർജിനെ ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശത്തിന്, അതായത് ലൈറ്റ് എനർജിനെ എന്ത് ചെയ്യാണ്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എഫക്റ്റ് ആണ് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണയായിട്ട് ആ ഒരു കൺവേർഷൻ ആണ് അവിടെ വരുന്നുണ്ടായിരിക്കുക. ഈ സോളാർ സെൽസ് നമുക്ക് ശരിക്കും ഫസ്റ്റ് മോഡ്യൂളിൽ ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് ശരിക്കും നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നുണ്ട്. അതായത് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്താന്നുള്ളത് കേട്ടോ. ശരിക്കും ഇലക്ട്രിക് എഫക്റ്റ് പറയുമ്പോൾ അവിടെ നമ്മൾ പറയുന്നതാണ് എന്താണ് ലൈറ്റ് എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് അല്ലെ. പിന്നെ സോളാർ സെൽസിന്റെ കേസിലേക്ക് നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ പവർ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം സാധാരണയായിട്ട് ഒരു റിന്യൂവബിൾ എനർജിയാണ് അല്ലെ. റിന്യൂവബിൾ എനർജി സാധാരണ പവർ സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നതാണ് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. അതായത് റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എനർജി സോഴ്സ് നമ്മൾ നശിച്ചു പോവാതെ അല്ലെ, വീണ്ടും വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജി സോഴ്സ് ആണെങ്കിൽ അതിനാണ് നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയാറുള്ളത്. അപ്പൊ അതിൽ പെട്ടതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോളാർ സെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോളാർ എനർജി എന്ന് പറയുന്നത് കേട്ടോ. സോളാർ എനർജി എന്ന് പറയുന്നത് അതിനെ കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിലാണ് സോളാർ സെൽ ആയിട്ട് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ക്ലീൻ എനർജി സോഴ്സ് എന്നും പറയാം, കാരണം അതിന്റെ ഒരു പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ എന്താണ് വളരെ കുറവാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ സോളാർ സെല്ലിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. വളരെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സോളാർ സെൽ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ വോൾട്ടായിക് സെല്ലാണ് കേട്ടോ. അത് അങ്ങനെ പേര് വിളിക്കാറുണ്ട്, ഫോട്ടോ വോൾട്ടായിക് സെല്ല്, PV സെല്ല് എന്ന് പറയാറുണ്ട് കേട്ടോ. സോളാർ സെല്ലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് PV സെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടായിക് സെൽ എന്ന് പറയുന്നത് അല്ലെ. എന്താണ്, സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് എനർജീനെ അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടായിക് എനർജീനെ ഡയറക്ട്ലി ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ്. വർക്ക് ചെയ്യുന്നത് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതാണ് അല്ലെ. അപ്രോക്സിമേറ്റ്ലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. നമുക്ക് ഒരു സെല്ലിൽ നിന്നും, ഒരു ഫോട്ടോ വോൾട്ടായിക് സെല്ലിൽ നിന്നും, ഒരു സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, അപ്പൊ നമ്മൾ ഓൾറെഡി സെൽ ആൻഡ് ബാറ്ററി പഠിച്ചതാണല്ലേ. അപ്പൊ അതിനകത്ത് നമ്മൾ സെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സിംഗിൾ മൊഡ്യൂളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൽ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ മൊഡ്യൂൾ എന്ന് പറയുന്നത് വേണ്ടി ചിലപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടാൽ നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ട് വരും. അവിടെ ഞാൻ പറയുന്ന ഒരു സിംഗിൾ പോർഷനെ നമുക്ക് എന്ത് വിളിക്കാം, സെൽ എന്ന് വിളിക്കാം കേട്ടോ. അപ്പൊ ഒരു സിംഗിൾ പോർഷനാണ് നമ്മൾ സെൽ എന്ന് വിളിക്കുന്നത്. ആ ഒരു സിംഗിൾ പോർഷൻസിന് ഉണ്ടാവുന്ന വോൾട്ടേജ് അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുന്നത് 0.5 വോൾട്ട് മുതൽ 1 വോൾട്ടേജ് വരെയാണ് കേട്ടോ. എന്തുകൊണ്ട് 0.5 വോൾട്ട് മുതൽ 1 വോൾട്ടേജ് വരെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0.5, 0.6 ആണ്. ഇപ്പോ വന്നിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 0.5 ഉണ്ട്, 0.6ന്റെയും ഉപയോഗിക്കുന്നുണ്ട്, 0.85 ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതല്ല. കോമൺലി യൂസ് ചെയ്യുന്നത് 0.5ന്റെയും 0.6ന്റെ ആണ് കോമൺലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും പല ബുക്കുകളിലും ഈ വാല്യൂ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് ചോദിക്കാറുണ്ട്. അതായത് 1ന്റെ താഴെ, എപ്പോഴും 1ന്റെ താഴെ, 1 മാക്സിമം വാല്യൂ 1 എന്നുള്ളതിലും അതിന്റെ മിനിമം വാല്യൂ 0.5 എന്നുള്ള രീതിയിലും പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ എന്ത് ചെയ്ത് 0.5 to 1 എന്ന് പറയാനുള്ള കാരണം.
ഇനി അത് വാങ്ങാനും ഇങ്ങനെ ഈ 0.5നും 1നും ഇടയിൽ കുറെ വാല്യൂസ് നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നോക്കേണ്ട വാല്യൂ 0.6 വോൾട്ട് ഉണ്ടോ നോക്കാം. ഇപ്പൊ നമ്മൾ കോമൺലി അവൈലബിൾ ആയിട്ടുള്ള സോളാർ സെല്ലുകളുടെ ഒരു വോൾട്ടേജ് ആണ്, ഒരു ബേസിക് വോൾട്ടേജ് ആണ് നമുക്ക് 0.6 വോൾട്ടേജ് എന്ന് പറയുന്നത്. ആ 0.6 വോൾട്ടേജ് ഉണ്ടോ നോക്കുക. 0.6 വോൾട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. ആ 0.6 വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ കോമൺലി പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. അതും നമുക്കറിയാം, നമ്മൾ ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് സാധാരണയായിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽസും വേറെ കുറെ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ, സിലിക്കൺ മാത്രമല്ല, കാഡ്മിയം സെല്ല് പോലത്തെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽസിന്റെ പേര് ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന സമയത്ത് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് സോളാർ സെല്ല് നിർമ്മിക്കുന്നുണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആയിട്ടുള്ള സിലിക്കൺ ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. വൈഡ്ലി യൂസ് ചെയ്യുന്നതാണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആയിട്ടുള്ള സിലിക്കൺ ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആയിട്ടുള്ള സിലിക്കൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും ഡയറക്റ്റ് കറണ്ട് DC ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. DC ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഡയറക്റ്റ് കറണ്ട് DC ആണ് നമുക്ക് അതിന് അവൈലബിൾ ആവുന്നത് അല്ലെ. അതായത് നമുക്ക് ഒരു സോളാർ സെല്ലിൽ നിന്ന് കിട്ടുന്ന സപ്ലൈ എന്ന് പറയുന്നത് ഏതാണ്, DC സപ്ലൈ ആയിരിക്കും. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ സോളാർ സെല്ലിന്റെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഒരു സെല്ലിന്റെ, ഒരു ടിപ്പിക്കൽ സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.6 വോൾട്ടേജ് ആണ്. മോസ്റ്റ് കോമൺലി സിലിക്കൺ ആണ് അതിന് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് DC ആയിരിക്കും. പിന്നെ അത് വർക്ക് ചെയ്യുന്നത് ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റ് ആണ്. എന്താണ് ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു എഫക്റ്റിനാണ് നമ്മൾ ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. സോളാർ സെല്ലിന്റെ മറ്റൊരു പേരാണ് PV സെൽ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയർ ആയി. ഞാൻ സോളാർ സെല്ലിന്റെ കാര്യത്തിൽ പറയുന്നു. പക്ഷെ ഇവിടെ അങ്ങോട്ട് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് അറിയണം. കാരണം ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വരുമ്പോൾ ഇവിടെ മാത്രം നിൽക്കണം എന്നില്ല കേട്ടോ. കാരണം സോളാർ ഇപ്പൊ കുറച്ചും കൂടി ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കൂടുതലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഡെപ്തിലേക്ക്, കുറച്ച് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിന്റെ മെറ്റീരിയൽ വൈസ് ഒക്കെ നോക്കുമ്പോൾ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഏത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു അത്. പിന്നെ ടോപ്പ് ലെയർ, ബോട്ടം ലെയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1-2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡെപ്തിലേക്ക് നമുക്ക് ഒരു കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഈ പറഞ്ഞ 2 സ്ലൈഡിലെ കാര്യങ്ങൾ ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ആയിട്ട് ഒന്നിൽ കൂടുതൽ എക്സാംസിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം കേട്ടോ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പറയാം. ഇനിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാം. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു PN ജംഗ്ഷൻ ആണ്. നിങ്ങൾ ഇലക്ട്രോണിക്സ് ചിലപ്പോൾ ബേസിക് ഇലക്ട്രോണിക്സ് പഠിച്ചു തുടങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ പഠിച്ചിട്ട് ഉണ്ടാവും അല്ലെ. PN ജംഗ്ഷൻ എന്ന് അറിയാം നമ്മൾ എന്താണ്, P ടൈപ്പ് സെമി കണ്ടക്ടർ, N ടൈപ്പ് സെമി കണ്ടക്ടർ. ആ P ടൈപ്പ് സെമി കണ്ടക്ടറും N ടൈപ്പ് സെമി കണ്ടക്ടറും കൂടി ചേർന്നിട്ടാണ് ഡയോഡ് ഉണ്ടാവുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ, ഇലക്ട്രോണിക്സിനകത്ത് പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ അതേപോലെ ഒരു PN ജംഗ്ഷൻ ആണ് ഒരു P ടൈപ്പ് സെമി കണ്ടക്ടറും അല്ലെങ്കിൽ ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ. ശരിക്കും നമുക്ക് PN എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഫോട്ടോ വോൾട്ടൈക് എഫക്ട് അല്ലെങ്കിൽ നമ്മളെ ഈ സാധാരണ ഈ ഒരു കൺസെപ്റ്റിലേക്ക്, അതായത് നമ്മളെ സോളാറിന്റെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഒന്നും കൂടി നല്ലത് NP എന്ന് പറയുന്നതാണ് കേട്ടോ. NP എന്ന് പറയുന്നതാണ് ഒന്നും കൂടി നല്ലത്. പക്ഷെ അവിടെയും കുറെ ചേഞ്ചസ് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ കുറെ അപ്ഡേഷൻസ് നടക്കുന്ന ഒരു ഭാഗമാണ് ഈ സോളാർ സെൽ. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങുമ്പോൾ ഇതിൽ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ നമുക്ക് നടക്കുന്ന ഈ ഒരു വെച്ചിട്ട് NP എന്നും പറയാം, PN എന്നും പറയാം. NP ആണ് കോമൺലി, അവിടെ ഞാൻ വീണ്ടും പറയുന്നു, കോമൺലി NP ആണ് നമ്മൾ, അതായത് വൈഡ്ലി ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് NP ആണ്. അതിന്റെ മോഡേൺ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, PN ടൈപ്പ്, അതായത് നമുക്ക് ആ ഒരു PN ടൈപ്പും അവൈലബിൾ ആയിട്ടില്ല. എന്തുകൊണ്ട് NP PN എന്ന് പറയുന്നത് എന്നുള്ളത് ഞാനിപ്പോ പറയാം. നമുക്ക് ഈ ചിത്രത്തിൽ ചിത്രം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ചിത്രത്തില് ഒരു ടോപ്പ് ലെയർ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് അതിനൊരു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പതിക്കുന്ന ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് വേണമെങ്കിൽ പറയാം അല്ലെ. ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്ന ഫസ്റ്റ് ലെയർ. പക്ഷെ അതിന് മേലൊക്കെ നമ്മൾ ഈ പാനലൊക്കെ നിർമ്മിക്കുമ്പോൾ അതിന് മേലെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ നമ്മളൊരു ഫസ്റ്റ് ലെയർ ആയിട്ട് എടുക്കുന്ന സമയത്ത് അവിടെ N ടൈപ്പ് മെറ്റീരിയലിലേക്കായിരിക്കും ഇത് പതിക്കുന്നുണ്ടായിരിക്കാം. ഈ N ടൈപ്പ് മെറ്റീരിയലിലേക്ക് പതിച്ച് ഒരു PN ജംഗ്ഷൻ, അതിന് താഴെയാണ് P ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടായിരിക്കുക. ജംഗ്ഷൻ അതിനാണ് താഴെയാണ് P ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇതാണ് ശരിക്കും നമ്മളൊരു ബേസിക്, അതായത് വളരെ പണ്ട് മുതൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോളാർ സെൽ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള സോളാർ സെല്ലായിരുന്നു. N ടൈപ്പ് മേലെ വന്ന് അതിനെ PN ജംഗ്ഷൻ, പിന്നെ ഒരു P ടൈപ്പ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ വരുന്ന രീതിയിൽ, അതായത് രണ്ടിനും ഇടയിൽ ഒരു PN ജംഗ്ഷൻ കൂടി വരുന്ന രീതിയിൽ ഉണ്ടായിരുന്നതായിരുന്നു മുൻപ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ സെമി കണ്ടക്ടർ
ഒരു ലൈറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു അല്ലെ, ലൈറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു. അതായത് ആ ലൈറ്റ് എനർജിയിൽ ഉണ്ടാവുന്ന ഫോട്ടോൺസ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർസ് എന്ത് ചെയ്യുന്നു അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ആ ഇലക്ട്രോൺ ഹോൾ പെയർസിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ് കാരണം അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഒരു ചാർജ് കാരിയേഴ്സ് കാരണം എന്ത് ചെയ്യുന്നു അവിടെ ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നുണ്ടാവുക. ഈ ഫോട്ടോൺസ് ആണ് എന്ത് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓർത്ത് വെക്കേണ്ട ആ വേർഡ്, ഫോട്ടോൺസ് ആണ് എന്ത് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ലൈറ്റ് എനർജിയിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ലൈറ്റ് റേഡിയേഷൻസ്, ആ റേഡിയേഷൻസ് ഉണ്ടാവുന്ന ഫോട്ടോൺസ് നമ്മൾ എന്ത് ചെയ്യാണ് ആ ഒരു സോളാർ സെൽ അബ്സോർവ് ചെയ്യും. അതായത് എൻ ടൈപ്പ് മെറ്റീരിയൽ അബ്സോർവ് ചെയ്യും. ഞാൻ എൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് പറയുന്നില്ല, ഇപ്പോ നമുക്ക് അങ്ങനെ അല്ല, അത് എന്ത് ചെയ്യുന്നുണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സോളാർ സെൽ അബ്സോർവ് ചെയ്യുകയും സോളാർ സെൽ അബ്സോർവ് ചെയ്തിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർസിന് എന്ത് ചെയ്യാണ് ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാർജ് കാരിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും അവിടെ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ പ്രോസസ്സ്, അതായത് ഒരു DC ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയും ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് ശരിക്കും നമ്മൾ പറയുന്ന ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും നമ്മൾ അതിന്റെ ഒരു കൺവേർഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. ആ ഒരു കൺവേർഷൻ ഇതിനുള്ളിൽ നടക്കുന്നത് എങ്ങനെയാണ്, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഫോട്ടോൺസ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യാൻ കാരണമായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അതില് നമുക്ക് സിലിക്കൺ ആണ് കൂടുതൽ യൂസ് ചെയ്തതെന്ന് പറയാനുള്ള കാരണം സിലിക്കണിന്റെ ബാൻഡ് ഗ്യാപ്പ് കൂടുതലാവുന്നതാണ്. ഈ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് സാധനം നമ്മൾ സെമി കണ്ടക്ടറും ഇൻസുലേറ്ററും കണ്ടക്ടറും കൂടി പറയാൻ വേണ്ടിയിട്ട് ഡിഫറൻസ് പറയാൻ വേണ്ടി നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പൊ ഈ ബാൻഡ് ഗ്യാപ്പ് കൂടുതലാവുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൂടുതലായിട്ട് എഫിഷ്യന്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് സിലിക്കൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഇതും എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. സിലിക്കൺ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സെമി കണ്ടക്ടേഴ്സ് ബാൻഡ് ഗ്യാപ്പ് എന്ത് ചെയ്യാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നതായിരിക്കും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സിലിക്കൺ അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിന്റെ അകത്തുനിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ് ഫോട്ടോ വോൾട്ടായിക് എഫക്ട് എന്ന് പറയുന്നത് അല്ലെ. ഓൾറെഡി നമ്മൾ ഫോട്ടോ വോൾട്ടായിക് എഫക്ട് പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് നമ്മളോട് ചോദിക്കുന്ന ആ ഒരു കൺവേർഷൻ ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഇനി ഒരു ഫോട്ടോൺസ് ഒക്കെ വെച്ചിട്ട് നമ്മളോട് ചോദിക്കാം. ഫോട്ടോൺസ് ആണ് എന്ത് ചെയ്യുന്നത് ശരിക്കും ആ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ അവിടെ ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യാനൊക്കെ കാരണമായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ടോപ്പ് തിൻ ലെയർ എന്ന് പറയുന്നത്. അത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പറയുന്നതാണ് ടോപ്പ് തിൻ ലെയർ എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ചെറിയൊരു മാറ്റം ഇപ്പൊ ഉള്ളത് 2025 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങി. ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടില്ല, ജസ്റ്റ് നമുക്ക് പറയാം. കാരണം അത് അത്ര നമുക്ക് കുറച്ചും കൂടി ഡെപ്തിലേക്കുള്ളതാണ്. ഇലക്ട്രിക്കൽ ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയപ്പോഴാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പറഞ്ഞു ടോപ്പ് ലെയർ എന്ന് പറയുന്നത് ടോപ്പ് തിൻ ലെയർ. അപ്പോഴും അവിടെ ടോപ്പ് തിൻ ലെയർ തന്നെ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇനി അങ്ങനെ ചോദിക്കുന്നുണ്ടാവുള്ളൂ. ടോപ്പ് ലെയർ എന്ന് പറയുന്ന ഒരു തിൻ ലെയർ ആയിരിക്കും. ആ ടോപ്പ് തിൻ ലെയർ എന്ന് പറയുന്ന ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ ആണെന്ന് പറഞ്ഞു. അത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിനകത്ത് അത് തെറ്റാണെന്ന് പറയാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. കാരണം മോഡേൺ ടെക്നോളജി അനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് ടോപ്പിൽ എന്ത് ചെയ്യാണ് ഈ ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണെന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്ത് ചെയ്തു P ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്തു നമുക്കത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, മേലെയുള്ള ലെയർ അതായത് ഏറ്റവും ടോപ്പ് ലെയർ എന്ന് പറയുന്നത് എപ്പോഴും തിന്നായിട്ടുള്ള ലെയർ ആയിരിക്കും. മേലെ നമ്മൾ എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ P ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും. മേലെ P ടൈപ്പ് മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ താഴെ എൻ ടൈപ്പ് മെറ്റീരിയൽ ആവും. അത് അങ്ങനെ പഠിച്ചു വെക്കുക. പിന്നെ നമ്മളെ ഒരു കോമൺ ഒരു കൺവെൻഷൻ മെത്തേഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് അത് എൻ ടൈപ്പ് ആണ് ടോപ്പ് ലെയർ ആയിട്ട് കൊടുക്കാറുള്ളത് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ P ടൈപ്പ് എന്ന് പറയുന്നത് ബോട്ടം ആണ്. അതൊരു തിക്ക് ആയിട്ടുള്ള ലെയർ ആയിരിക്കും. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ബോട്ടം ലെയർ എന്ന് പറയുന്നത് തിക്ക് ആയിട്ടുള്ളതും ആൻഡ് ടോപ്പ് ലെയർ എന്ന് പറയുന്നത് തിന്നായിരിക്കും. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അത് നമുക്ക് അങ്ങനെ ബേസിക് ആയിട്ട് തന്നെ പറയാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. ബോട്ടം ആൻഡ് ടോപ്പ് ലെയേഴ്സ് എങ്ങനെയാണ് വരുന്നുണ്ടാവുക എന്നുള്ളത് അല്ലെ. പിന്നെ ഇതിനകത്തൊരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിഫ്ലക്ഷൻ മൂലം ഉണ്ടാവുന്ന എനർജി ലോസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സൺലൈറ്റ് ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്ന സമയത്ത് ഈ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങിലേക്ക് പതിക്കുമ്പോൾ ആ കോട്ടിങ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ആ സൂര്യപ്രകാശത്തിലെ ഫോട്ടോൺസിനെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും പൂർണ്ണമായിട്ടും എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് എടുക്കുന്നത്. കാരണം നമുക്ക് അവിടെ ആ ഒരു കിട്ടുന്ന ഫോട്ടോൺസ് അല്ലെങ്കിൽ കിട്ടുന്ന എനർജി എന്ത് ചെയ്യണം പൂർണ്ണമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. പൂർണ്ണമായിട്ട് ഒരിക്കലും പറ്റില്ല, വളരെ എഫിഷ്യൻസി കുറവാണ്. എന്നാലും അതിന് നമുക്ക് എന്ത് ചെയ്യണം മാക്സിമം കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ആന്റി റിഫ്ലക്ഷൻ കോട്ടിങ് അവിടെ കൊടുക്കുന്നത്. അതൊന്ന് ഓർത്ത് വെക്കാം.
അതും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ വേണ്ടതാണ്. ആന്റി റിഫ്ലക്ഷൻ കോട്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു എനർജി ലോസ് മിനിമൈസ് ചെയ്യാൻ, റിഫ്ലക്ഷനിൽ നിന്നും ഉണ്ടാകുന്ന എനർജി ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഈ റിഫ്ലക്ഷൻ ഒക്കെ ഒന്നുകൂടി യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ ബാക്ക് പാനലൊക്കെ അല്ലെങ്കിൽ ബാക്ക് സൈഡിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ പാനൽ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ സെൽസ് വരുന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ട കൺസെപ്റ്റ് ആണ്. ആന്റി റിഫ്ലക്ഷൻ കോട്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അല്ലെ. ഇനിയുള്ളത് നമ്മൾ അതിന്റെ ഒരു വർക്കിംഗ് നോക്കാം. എങ്ങനെയാണ് അതിന്റെ വർക്ക് ചെയ്യുന്നത്? വർക്കിംഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. സൺലൈറ്റ് എന്ത് ചെയ്യാണ്, പാനലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സെല്ലിലേക്ക് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്യും. ഇലക്ട്രോൺസ് ലിബറേറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ഫോട്ടോൺസ് വരും. ഫോട്ടോൺസ് എന്ത് ചെയ്യാണ്, അവിടെ ആ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ലിബറേറ്റ് ചെയ്യും. DC സപ്ലൈ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ഇതാണ് അതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് നമ്മൾ കൺവെൻഷൻ മെത്തേഡ് അനുസരിച്ച് N to P സൈഡിലേക്കാണ്. എന്നാൽ ഇപ്പൊ നമുക്കിനി P to N സൈഡ് എന്നും വേണമെങ്കിൽ പറയാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ NP and PN എന്ന് രണ്ടും പറയാമെന്ന് പറഞ്ഞത് കേട്ടോ. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നീട് DC ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഈ DC-നെ നമുക്ക് സാധാരണ നമ്മുടെ വീടുകളിൽ ഒരു റെസിഡൻഷ്യൽ പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്താക്കി മാറ്റണം, AC ആക്കി മാറ്റണം. ഈ AC ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻവെർട്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ഇൻവെർട്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അവിടെ ഓർത്ത് വെക്കുക, ആ DC-നെ 240 വോൾട്ടേജിൽ AC ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻവെർട്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതും ഓർത്ത് വെക്കുക കേട്ടോ. ഇൻവെർട്ടറുകളാണ് എന്ത് ചെയ്യുന്നത്, DC-നെ AC ആക്കി മാറ്റുന്നത്. AC-നെ DC ആക്കി മാറ്റുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. റെക്ടിഫയറുകളാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഇനി ബാറ്ററി ചാർജിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഈ ഡെവലപ്പ് ചെയ്യുന്ന DC-നെ നമുക്ക് ഒരിക്കലും AC ആക്കി മാറ്റേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, നമ്മൾ DC തന്നെയാണ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഡയറക്റ്റ് DC ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചാർജ് കൺട്രോളർ പോലത്തെ കുറച്ച് ഡിവൈസസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ചാർജ് കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ചാർജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാക്സിമം പവർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബാറ്ററിക്ക് ഓവർ ചാർജിങ് പ്രിവെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചാർജ് കൺട്രോളർ എന്ന് പറയുന്നത്. അത് ബാറ്ററി ഓവർ ചാർജിങ് അല്ലെങ്കിൽ ബാറ്ററിയുടെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബാറ്ററി ചാർജ് കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. സാധാരണയായിട്ട് നമ്മൾ ലെഡ് ആസിഡ് അല്ലെങ്കിൽ ലിഥിയം അയൺ ബാറ്ററീസ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാറ്ററി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഓഫ് ഗ്രിഡ് എന്നാണ് കേട്ടോ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, ഞാനത് പറയാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എന്താണ് ഓഫ് ഗ്രിഡ്, എന്താണ് ഓൺ ഗ്രിഡ് എന്നുള്ള സിസ്റ്റം നമുക്കൊന്ന് പറഞ്ഞു പോവാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഒരു സോളാർ സെല്ലിനകത്ത് നടക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ഇത് മാത്രമാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പൊ അത് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക, എന്തൊക്കെയാണ് സോളാർ സെല്ലിനകത്ത് നടക്കുന്ന കൺസെപ്റ്റ് എന്നുള്ളത് അല്ലെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെ മെറ്റീരിയൽ ആണ് നമ്മൾ സോളാർ സെല്ല് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഏതാണ്, സിലിക്കൺ ആണ്. ഗാലിയം ആഴ്സനൈഡ് എന്ന് പറയുന്ന മെറ്റീരിയല്, കാഡ്മിയം ടെലറോയിഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് പേര് പഠിച്ചു വെക്കുക. ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് മാത്രം ആ ഒരു പേര് പഠിച്ചു വെക്കുക. ഗാലിയം ആഴ്സനൈഡ്, കാഡ്മിയം ടെലറോയിഡ് പോലത്തെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെലറോയിഡ് കേട്ടോ പോലത്തെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സോളാർ സെല്ല് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് സോളാർ സെല്ലുകളാണ് ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കും? ഇതൊന്നും അല്ല മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കേട്ടോ. ഇതില് മോണോക്രിസ്റ്റൽ എന്നാണ് നമ്മൾ പറയുന്നുള്ളൂ. മോണോക്രിസ്റ്റലിൽ നിന്നും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, മോണോപെർക്ക്, അതേപോലെ തന്നെ ഡ്യുവൽ സൈഡ്, ഹാഫ് കട്ട് പാനൽ, ഇങ്ങനെയൊക്കെ ഒരുപാട് പാനലുകൾ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എഫിഷ്യൻസി കൂടുതലാവുന്നതിനനുസരിച്ച് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ മെറ്റീരിയൽ വൈസ് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ വൈസ് നോക്കുമ്പോൾ നമുക്ക് 3 ടൈപ്പ് പാനലേ ഇപ്പോൾ ഉള്ളൂ. അതെന്താണ്? ഒന്നാമത്തെ തിൻ ഫിലിം സോളാർ പാനൽസ്, അല്ലെങ്കിൽ രണ്ടാമത്തായിട്ട് പോളി ക്രിസ്റ്റലൈൻ എന്ന് പറയാം, മൂന്നാമത്തായിട്ട് മോണോ ക്രിസ്റ്റലൈൻ എന്ന് പറയാം കേട്ടോ. അപ്പൊ ഈ മോണോ ക്രിസ്റ്റലൈനാണ് പിന്നീട് എന്ത് ചെയ്തത്, പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളത് പറയുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് അത്ര, ഞാൻ പറഞ്ഞല്ലോ, അത്ര ഡെപ്തിലേക്കും നമ്മൾ പോകണ്ട. ജസ്റ്റ് നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഏതൊക്കെയാണ്? തിൻ ഫിലിം, പോളി ക്രിസ്റ്റലൈൻ, അതേപോലെ തന്നെ മോണോ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ സോളാർ സെല്ലുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ അവൈലബിൾ ആണ്. മോസ്റ്റ് കോമൺ നമ്മൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന മോണോ ക്രിസ്റ്റലൈൻ ടൈപ്പ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് പോളി ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോളി ക്രിസ്റ്റലൈൻ എന്ന് പറയുന്ന ഒന്നുമില്ല. നമ്മൾ സാധാരണ ഒരു സോളാർ സെല്ല് നിർമ്മിക്കുന്ന സമയത്ത് അവിടെ സിലിക്കൺ ആണെന്ന് പറഞ്ഞല്ലോ, അതിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്കൺ ആണ് അല്ലെ. അപ്പൊ ഈ സിലിക്കൺ എന്ന് പറയുന്നത് ഒരു ഒരു സോളിഡിഫൈഡ് ആയിട്ടുള്ള ഒരു സിലിക്കൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ക്രിസ്റ്റൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു സോളാർ സെൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സോളിഡിഫൈഡ് ആയിട്ടുള്ള സിലിക്കൺ ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സാധാരണ
സോളിഡിഫൈഡ് അല്ല, സോളിഡിഫൈഡ് ആയിട്ടുള്ള സിലിക്കണിൽ നിന്നും ലിക്വിഡ് ആയിട്ടുള്ള സിലിക്കൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് സിലിക്കൺ നമ്മൾ എന്ത് ചെയ്യാണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് സാധാരണ ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലിക്വിഡ് സിലിക്കൺ എന്ന് പറഞ്ഞിട്ട് ലിക്വിഡ് നമ്മൾ നേരെ യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ലിക്വിഡ് സിലിക്കൺ നമ്മൾ എന്ത് ചെയ്യാണ് സോളിഡിഫൈഡ് ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ലിക്വിഡ് സിലിക്കണെ നമ്മൾ ടോട്ടലി യൂസ് ചെയ്യാണ്, അതിനകത്ത് നമ്മൾ പ്യൂരിഫിക്കേഷൻ മറ്റു പർപ്പസുകളൊന്നും യൂസ് ചെയ്യുന്നില്ല, ടോട്ടലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ആ ഒരു ലിക്വിഡ് സിലിക്കൺ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വേരിയസ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലൈൻ സൈസസും കാര്യങ്ങളൊക്കെ അതിന് വരുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സാധാരണ ഒരൊറ്റ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ കിട്ടുന്നതിന് പകരം ഇങ്ങനെയുള്ള ഒരു സാധാരണയായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിംഗിൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ കിട്ടുന്നതിന് പകരം വേരിയസ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു കളറാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അതെന്താണ് സാധാരണ മെൽറ്റഡ് ആയിട്ട് ഒരു വേഫേഴ്സ് പോലത്തെ ഒരു വേഫേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണ് സാധാരണ ഫ്രാഗ്മെന്റ് ആയിട്ടുള്ള ഒരു വേഫേഴ്സും കാര്യങ്ങളായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നിർമ്മിക്കുന്നതാണ് പോളിക്രിസ്റ്റൽ. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതൊന്നും അല്ല, നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പോളിക്രിസ്റ്റലിന്റെ കളർ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള കളർ ആയിരിക്കും അവിടെ വരുന്നുണ്ടായിരിക്കും. ഞാനതൊരു ടേബിൾ ആയിട്ട് തന്നെ പറയുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് നോക്കാം കേട്ടോ. ഇനി മോണോക്രിസ്റ്റലൈൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു ശരിക്കും റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, നോർമലി സിലിക്കൺ ആണ് അല്ലെ, ഒരു സോളിഡിഫൈഡ് ആയിട്ടുള്ള സിലിക്കൺ ആണ്. അതിനകത്ത് പ്യൂരിഫിക്കേഷൻ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യാണ് അത് അതേപോലെ തന്നെ യൂസ് ചെയ്ത് നമ്മൾ സോളിഡിഫൈഡ് ആക്കി മാറ്റുക, ലിക്വിഡ് ആയിട്ടുള്ളത് സോളിഡിഫൈഡ് ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ മോണോ ക്രിസ്റ്റലിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് സിംഗിൾ അല്ലെങ്കിൽ ഒരു പ്യുവർ സിലിക്കൺ ക്രിസ്റ്റൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. പ്യുവർ സിലിക്കൺ ക്രിസ്റ്റൽ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും പ്യുവർ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു യൂഷ്വലി ബ്ലാക്ക് അപ്പിയറൻസ് ആണ് എന്ത് ചെയ്യുക സാധാരണ മോണോ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന് കാണുന്നുണ്ടായിരിക്കുക കേട്ടോ. ബ്ലാക്ക് അപ്പിയറൻസ് ആണ് കാണുന്നുണ്ടായിരിക്കുക. പിന്നെ അതിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് സ്യൂഡോ സ്ക്വയർ ഷേപ്പ് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ റൗണ്ടഡ് സ്ക്വയർ ഷേപ്പ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഷേപ്പ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക മോണോ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന് ലഭിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അത് നമുക്ക് സാധാരണയായിട്ട് ലൈഫ് പാൻ എന്താണ് ഒരു 25 വർഷമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് പാനൽ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് എന്ത് ചെയ്യുന്നത് മോണോ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോണോ ക്രിസ്റ്റലൈൻ ആണ്. പോളിക്രിസ്റ്റലൈൻ ശരിക്കും നമ്മളൊരു കേരളത്തിന്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് പോളിക്രിസ്റ്റലൈൻ പറ്റില്ല. പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുന്ന സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എന്താണ് മോണോ ക്രിസ്റ്റലൈൻ. അതിനുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മോണോ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ പ്യുവർ ആൻഡ് സിംഗിൾ ക്രിസ്റ്റൽ ഓഫ് സിലിക്കൺ ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ മോണോ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് ടിപ്പിക്കലി ഡാർക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് കളറാണ് കാണുന്നുണ്ടായിരിക്കുക. എഫിഷ്യൻസി, ഇവിടെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് എഫിഷ്യൻസി ഉണ്ടാവുന്ന ടൈപ്പ് എന്ന് പറയുന്നത് മോണോ ക്രിസ്റ്റലൈൻ കേട്ടോ. ഇപ്പൊ നമുക്കൊരു 17% ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരാറുള്ളത്. പക്ഷെ മോഡേൺ ആയിട്ട് ഇപ്പൊ നമുക്ക് വരുന്ന 23% വരെയൊക്കെ എഫിഷ്യൻസി ഉള്ള സോളാർ സെല്ലുകൾ നമുക്ക് എന്താണ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ അത് നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന അനുസരിച്ച് നമ്മൾ പഠിച്ചാൽ മതി. നമുക്കൊരു 17% വരെയാണ് മോണോ ക്രിസ്റ്റലൈൻ എന്ത് ചെയ്യുന്നത് എഫിഷ്യൻസി ആയിട്ട് പറയുന്നത് കേട്ടോ. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സാധാരണ വരാറുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഹയസ്റ്റ് ആയിട്ട്. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഇപ്പോഴും സോളാർ സെല്ലിൽ വരുന്ന എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, 23% ഒക്കെ കേട്ടോ. 25 പോലും എത്തിയിട്ടില്ല, 23 ഒക്കെയാണ് നമ്മൾ പറയുന്നത്. മറ്റു കമ്പനികളും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ 23 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇത് പറയുന്നത് കേട്ടോ. 23% നമുക്ക് എന്ത് ചെയ്യണേ കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ എന്ത് ചെയ്യാം, ഒരു വേരിയസ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സൈസസ് ഉണ്ട്. ലിക്വിഡ് സിലിക്കൺ സോളിഡിഫൈഡ് ആണ് ഇതാവുന്നത്. അതിന്റെ അവിടെ എന്ത് ചെയ്യാണ് കുറച്ചും കൂടി ഇമ്പ്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതായിരിക്കും. അതായത് ബ്ലൂ അല്ലെങ്കിൽ സ്പെക്ട്രൽ ലുക്കിലാണ് എന്ത് ചെയ്യാൻ കാണപ്പെടുന്നുണ്ടായിരിക്കുക. 13 മുതൽ 15% വരെയാണ് എഫിഷ്യൻസി ആയിട്ട് വരുന്നത് കേട്ടോ. അതിന് ആംഫോറസ് ആണുള്ളത്. അത് അമർഫസ് കേട്ടോ. അത് പറയുന്നത് എന്താണ്, സാധാരണ തിൻ ഫിലിം ആണ് കേട്ടോ. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞില്ല തിൻ ഫിലിം എന്ന് പറയുന്നത്. തിൻ ഫിലിം ആണ്. നോൺ ക്രിസ്റ്റലൈൻ സിലിക്കൺ ആണ് വരുന്നത്. തിൻ ഫിലിം ടെക്നോളജി ആണ്. അവിടെയാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽസ് കേട്ടോ, അതായത് ഗാലിയം ആഴ്സനൈഡ് ആൻഡ് കാഡ്മിയം ടെല്ലറോയിഡ് പോലത്തെ മറ്റൊക്കെ സിലിക്കൺ തന്നെയാണ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും ലോവസ്റ്റ്, അതാണ് നമ്മളെ ഫസ്റ്റ് ടെക്നോളജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു എഫിഷ്യൻസി ഉള്ള ടെക്നോളജി ആയിരുന്നു ആ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. 5 to 7% മാത്രമാണ് എഫിഷ്യൻസി കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് ശരിക്കും അതിന്റെ ഒരു ടോട്ടലി ഉള്ള ഒരു ടേബിള്. ഇത് നമ്മൾ 3 ടൈപ്പായിട്ട് നമ്മൾ പറയുമ്പോൾ അല്ലെ. അപ്പിയറൻസ് എന്ന് പറയുന്നത് യൂണിഫോം ഡാർക്ക് ബ്ലാക്ക് ആണ് മോണോ ക്രിസ്റ്റലൈൻ, ബ്ലൂയിഷ് ആണ് പോളിക്രിസ്റ്റലൈൻ, ആൻഡ് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് കളർ തന്നെയാണ് തിൻ ഫിലിമിനും ഉണ്ടായിരിക്കും കേട്ടോ. കോസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോണോ ക്രിസ്റ്റലൈൻ ആണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത്. കാരണം കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ആണ്. വേസ്റ്റ് ഒക്കെ തിരിച്ച് പ്യുവർ ആയിട്ടുള്ള സിലിക്കൺ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
അതെന്താണ്, കോസ്റ്റ് കൂടുതലാണ്. ഇനി പോളിക്രിസ്റ്റലിനെ കൊടുത്ത് നോക്കുകയാണെങ്കിൽ ചീപ്പ് ആയിട്ടുള്ളൊരു ഇതാണ് വരുന്നുണ്ടാവുക. ചീപ്പർ എന്നേ പറയാൻ പറ്റുള്ളൂ, സിമ്പിൾ പ്രോസസ് ആണ് വരുന്നത്. പിന്നെ കുറച്ച് ലെസ് വെയിറ്റ് ഒക്കെ ആയിട്ടുള്ള വരുന്നതാണ് പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. ഏറ്റവും ചീപ്പസ്റ്റ് തിൻ ഫിലിം ആണ്, പക്ഷെ അത് നമുക്ക് ഏറ്റവും കുറവ് എഫിഷ്യൻസി ആണ് എന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ സ്പേസ് റിക്വയർമെന്റിന്റെ കാര്യത്തിൽ എന്താണ്, നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ഈ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ സാധാരണ എന്താണ്, നമ്മളൊരു പാനൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എത്ര വാട്ട്സ് കപ്പാസിറ്റി അല്ലെ, നമ്മളൊരു വാട്ട്സ് കപ്പാസിറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. അതാണ് നമ്മൾ സ്പേസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ വാട്ട്സ് കിട്ടുന്ന ഒരു പാനൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എത്ര ഏരിയ വരും എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഈ മോണോക്രിസ്റ്റലിനൊക്കെ ആണെങ്കിൽ സാധാരണ ഒരു പാനൽ, നിങ്ങൾ സാധാരണ വീഡിയോയിൽ വെച്ചിട്ടുള്ള ഒരു പാനൽ എന്ന് പറയുന്നത് 330 വാട്ട്സ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, മോണോക്രിസ്റ്റലിന്റെ കേസിലേക്ക് വരുന്നുണ്ടാവും കേട്ടോ. എന്നാൽ പോളിക്രിസ്റ്റലിന്റെ കേസിലേക്ക് വരുമ്പോൾ എന്താണ്, അതൊരു 450 500 വരെയൊക്കെ ആയിട്ട്, സോറി മോണോക്രിസ്റ്റലൈനിന് 450 500 നമ്മൾ ഇപ്പോഴത്തെ മോഡലിന്റെ അനുസരിച്ചിട്ടോ. ഇത് ഒരു 330 വാട്ട്സ് ഒക്കെയാണ്, അല്ലെങ്കിൽ 300 വാട്ട്സ് ഒക്കെയാണ് പോളിക്രിസ്റ്റലൈൻ കേട്ടോ. രണ്ടും കൊണ്ടൊന്നും മാറരുത്. മോണോക്രിസ്റ്റലൈൻ ആണ് 450 വാട്ട്സ് ഒക്കെ നമുക്ക് വരുന്നത്. ആൻഡ് പോളിക്രിസ്റ്റലൈൻ ഒരു 330 വാട്ട്സ് എന്നുള്ള ലെവലിലൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ മോണോക്രിസ്റ്റലൈൻ ഇപ്പൊ ഒരുപാട് മാറിയിട്ടോ. ഇപ്പൊ നമുക്ക് ഒരു 750 ഒക്കെ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, പല കമ്പനികളും പറയുന്നുണ്ട്. ഇതൊന്നും നമ്മളൊരു ഇതായിട്ട് പഠിച്ചു വെക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് ലെവലിൽ പഠിച്ചു വെക്കും. കാരണം ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓരോ വർഷം കഴിയുന്തോറും ഇതിന് ഭയങ്കരമായിട്ട് അപ്ഡേഷൻസ് വരുന്നൊരു ടൈമാണ് ഈ സോളാർ സെൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ന് പറഞ്ഞാൽ അത്രത്തോളം എന്ത് ചെയ്യില്ല, കയറിയിട്ട് വരുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ റേഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു മിനിമം ഒരു 500 റേഞ്ചിലൊക്കെ പഠിച്ചു വെച്ചാൽ മതി മോണോക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് ഒരു 330, അതാണ് ടോട്ടലി പറയുന്നത്. 300 to 330 ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, പോളിക്രിസ്റ്റലൈൻ പറയുന്നത്. അതിന് താഴെയാണ് ശരിക്കും തിൻ ഫിലിം. തിൻ ഫിലിം നമുക്ക് അതിന്റെ ഏരിയ വെച്ചിട്ട് പറയാൻ പറ്റില്ല, വളരെ ലോ എഫിഷ്യൻസി ആയിട്ട് ലാർജ് ഭയങ്കരമായിട്ട് ലാർജ് ഏരിയ ആയിട്ട് ഈ ഒരു ഇതൊക്കെ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലാർജ് ഏരിയ വേണ്ടതാണ് തിൻ ഫിലിം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ലൈഫും കൂടുതൽ, ഏകദേശം 25+ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് മോണോക്രിസ്റ്റലൈൻ. ആൻഡ് പോളിക്രിസ്റ്റലൈൻ കുറവാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് എഫിഷ്യൻസി ആയിരുന്നു കേട്ടോ. എഫിഷ്യൻസി ആർക്കാണ് കൂടുതൽ എന്നാണ്, അത് മോണോക്രിസ്റ്റലൈൻ ആണ്. എഫിഷ്യൻസി മാത്രമല്ല, പവർ കൂടുതലുള്ളത് മോണോക്രിസ്റ്റലൈൻ ആണ്, എഫിഷ്യൻസി കൂടുതലുള്ളത് മോണോക്രിസ്റ്റലൈൻ ആണ്, ലൈഫ് കൂടുതലുള്ളത് മോണോക്രിസ്റ്റലൈൻ ആണ് കേട്ടോ. പക്ഷെ വില കൂടുതലുള്ളത് അതും എന്താണ്, അതും മോണോക്രിസ്റ്റലൈൻ ആണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് പഠിച്ചിരിക്കുന്ന എല്ലാം കൂടുതലായിട്ട് വരുന്ന ആർക്കാണ്, മോണോക്രിസ്റ്റലൈൻ എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. പിന്നെ ആ ഒരു ഷേപ്പ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഷേപ്പ് ഒന്നും അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണ്ട. യൂഷ്വലി നമുക്ക് എന്ത് ചെയ്യണം, ഈ സാധാരണയായിട്ട് നമ്മൾ സ്ക്വയർ കർവേച്ചർ ആയാലും സ്ക്വയർ മെത്തേഡൊക്കെയാണ് നമുക്ക് വരുന്നുണ്ടായിരിക്കാം. സ്ക്വയർ സെല്ലുകൾ കേട്ടോ, സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ക്വയർ സെല്ലുകളാണ്, അല്ലെങ്കിൽ സ്ക്വയർ സെല്ലുകളാണ് നമ്മൾ പോളിക്രിസ്റ്റലിന് വരുന്നുണ്ടായിരിക്കുക. ഷീറ്റുകളായിട്ട് അല്ലെങ്കിൽ റോളുകളായിട്ടൊക്കെ കോട്ടിങ്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ തിൻ ഫിലിമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും സ്പേസ് ലിമിറ്റഡ് ഏരിയാസ്, റൂഫ് ടോം, പ്രീമിയം സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് മോണോക്രിസ്റ്റലൈൻ യൂസ് ചെയ്യുന്നത്. കോസ്റ്റ് സെൻസിറ്റീവ് ഉള്ള റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ യൂസ്. ഈ പോളിക്രിസ്റ്റലൈൻ ഇപ്പോഴും നമ്മൾ ചെറിയ പർപ്പസുകൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് നമ്മളൊരു ഡൊമസ്റ്റിക് പർപ്പസിനൊക്കെ നമ്മൾ വരുമ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പോളിക്രിസ്റ്റലൈൻ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് കേരളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കൂടുതലും മോണോക്രിസ്റ്റലിനൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ഒരു ഹൈറാർക്കിയാണ്. അതായത് ഹൈറാർക്കി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓരോ സെല്ലുകൾ പറഞ്ഞില്ലേ. ഇപ്പൊ നമ്മൾ ബാറ്ററി നമ്മൾ പറയുന്നുണ്ടല്ലേ, എന്താണ് കുറെ സെല്ലുകൾ കൂടിച്ചേർന്നാണ് നമുക്ക് ബാറ്ററി വരുന്നതെന്ന് നമുക്കറിയാം അല്ലെ. ബാറ്ററി ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, വീണ്ടും കുറെ ബാറ്ററികൾ കൂടിച്ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബാറ്ററി ബാങ്ക് വരുന്നത്. അതേ കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. സെല്ലുകൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അതൊരു മൊഡ്യൂൾ ആയിട്ട് മാറി, മൊഡ്യൂളുകൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അതൊരു പാനലായിട്ട് മാറി, ദെൻ പാനലുകൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ എന്തായി, അതൊരു അറേ ആയിട്ട് മാറി കേട്ടോ. അങ്ങനെയാണ് നമുക്ക് അതിന്റെ ഒരു ഹൈറാർക്കി പറയാൻ പറ്റുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ടേംസ് പറയാൻ പറ്റുക. സെല്ല്, മൊഡ്യൂള്, പാനല് ആൻഡ് അറേ. പിന്നെ അറേ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അറേ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിയാലൊക്കെ കാണുന്ന പോലെ ഒന്നിച്ച് അല്ലെ, കുറെ എണ്ണം എന്താണ് അറേസ് ഒന്നിച്ച് വെക്കുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ അറേസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അറേ ഫീൽഡ് എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാൻ പറ്റുന്ന ഒരു കേസാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ടേം എന്ന് പറയുന്നത്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെല്ല്, മൊഡ്യൂള്, പാനല് ആൻഡ് അറേ, ഇതാണ് നമുക്ക് ആ ഒരു ലെവല് പോകുന്നത് കേട്ടോ. അപ്പൊ ആ ലെവല് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. സെല്ല് എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ആണ്, മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെ. പിന്നെ ഇന്റർ കണക്ഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ, പാരലൽ ആയിട്ടും ചെയ്യാം, സീരീസ് ആയിട്ടും ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ബാറ്ററി പാരലൽ സീരീസ് ഓൾറെഡി നമ്മൾ ഈ മൊഡ്യൂളിനകത്ത് തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ബാറ്ററി പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമില്ല. എന്തായിരുന്നു പാരലും സീരീസിലും പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് മാറ്റം വരുന്ന കൺസെപ്റ്റ് എന്തായിരുന്നു, സീരീസ് ആകുമ്പോൾ എന്താ വരുന്നുണ്ടാവുക, ഒന്നിൽ കൂടുതൽ ബാറ്ററി സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ടായിരിക്കാം, വോൾട്ടേജ് കൂടും.
വോൾട്ടേജ് കൂടും അല്ലെ. പാരലൽ ആയിട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ആംബിയർ അവർ കപ്പാസിറ്റി കൂടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് കറന്റ് റേറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, മാറ്റം വരുന്നുണ്ടായിരിക്കും. സെയിം അതേ മെത്തേഡ് തന്നെയാണ് നമ്മളെ സോളാറിനകത്തും വരുന്നത്. സോളാർ ഒരു സെൽ തന്നെയാണ് അല്ലെ. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വോൾട്ടേജ് കൂടും. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു 0.6ന്റെ സെല്ലും അടുത്തൊരു 0.6ന്റെ സെല്ല്, നെക്സ്റ്റ് വീണ്ടും ഒരു 0.6ന്റെ സെല്ല്, ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വോൾട്ടേജ് കൂടി പോകുന്നുണ്ടായിരിക്കും അല്ലെ. എന്നാൽ അവിടെ കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി, ഒരു സെല്ലിനുള്ള കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി അത് നമുക്ക് ആ സെല്ലിലേക്ക് കണക്ട് ചെയ്യുന്ന ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നുണ്ടാവുക അല്ലെ. എന്നാൽ ഈ കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് കണക്ട് ചെയ്യണം, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ എന്താണ്, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ വോൾട്ടേജ് ആണ് കൂട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ അവ നമ്മൾ സോളാർ സെല്ലുകളെ നമ്മൾ ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി ആണ് അല്ലെങ്കിൽ കറന്റ് റേറ്റിംഗ് നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ, ആ ഒരു പാനലിന്റെ കറന്റ് റേറ്റിംഗ് നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പാനലിന് എന്ത് ചെയ്യാണ്, പാരലൽ ആയിട്ടും കണക്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കുക. സാധാരണയായിട്ട് നമ്മൾ ആ ഒരു മൊഡ്യൂൾ സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ, സെല്ലിൽ നിന്ന് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ സീരീസോ പാരലൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. നെക്സ്റ്റ് പാരലിലേക്ക് കഴിഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂൾ കഴിഞ്ഞ് അതിന് പാനൽ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു സിംഗിൾ അറേ എന്നുള്ള രീതിയിലൊക്കെ പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് ഒരു ഹയർ പവർ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ എന്താണ് സോളാർ അറേ എന്ന് പറയുന്നത്. ഇപ്പൊ സീരീസ് ആയിട്ടും പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നമ്മൾ എന്താണ്, ഒരു പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരുപോലെ തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളൊരു കൺസെപ്റ്റ് അവിടെ പറയുന്നത് അല്ലെ. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.